ഹലോ പ്രിയപ്പെട്ടവരെ, ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായൊരു യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങളിൽ പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന റീഡിംഗ് പ്ലാൻ നാം ഉപയോഗിക്കുന്നു. BIYindia.com/മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഈ വായനാ സഹായി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇന്ന് ദിവസം 121. ഇന്നത്തെ വചന പാരായണത്തിൻ്റെ ഭാഗങ്ങൾ സാമുവേലിൻ്റെ 2-ാം പുസ്തകം അധ്യായം 2, 1 ദിനവൃത്താന്തം അധ്യായം 2, ഒപ്പം 24-ാം സങ്കീർത്തനവും നാം പ്രാർത്ഥനയായി ഉപയോഗിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ദാവീദ് രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്നത് നാം വായിക്കുന്നു. ഞാൻ വായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് POC പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 2 സാമുവേൽ അധ്യായം 2. ദാവീദ് യൂദാ ഗോത്രത്തിൻ്റെ രാജാവ്. ഇതിനുശേഷം ദാവീദ് കർത്താവിനോട് ഇപ്രകാരം ആരാഞ്ഞു: യൂദായുടെ നഗരങ്ങളിലൊന്നിലേക്ക് ഞാൻ കയറി ചെല്ലണമോ? കയറി ചെല്ലൂ, കർത്താവ് അവനോട് അരുളി ചെയ്തു. എവിടേക്കാണ് ഞാൻ ചെല്ലേണ്ടത് എന്ന് ദാവീദ് ചോദിച്ചപ്പോൾ ഹെബ്രോണിലേക്ക് എന്ന് അവിടുന്ന് അരുളി ചെയ്തു. ദാവീദ് അവിടേക്ക് കയറി ചെന്നു. ഒപ്പം അവൻ്റെ 2 ഭാര്യമാരായ ജസ്രയേൽക്കാരി അഹിനോവാമും കാർമൽക്കാരൻ നാബാലിൻ്റെ ഭാര്യയായിരുന്ന അബിഗായിലും. ദാവീദ് തന്നോടുകൂടെ കയറി വരാൻ അനുവദിച്ച ആളുകളും, അതായത് ഓരോ ആളും അവൻ്റെ കുടുംബവും, അവർ ഹെബ്രോൻ പട്ടണങ്ങളിൽ പാർത്തു. യൂദായിലെ പൗരന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യൂദാ ഭവനത്തിനുമേൽ രാജാവായി അഭിഷേകം ചെയ്തു. യാബേഷ് ഗിലെയാദിലെ പൗരന്മാരാണ് സാവൂളിനെ സംസ്കരിച്ചതെന്ന് ദാവീദിന് വാർത്ത കിട്ടി. അപ്പോൾ ദാവീദ് ദൂതന്മാരെ യാബേഷ് ഗിലെയാദിലെ പൗരന്മാരുടെ അടുത്തേക്ക് അയച്ച് അവരോട് പറഞ്ഞു: നിങ്ങളുടെ യജമാനനായ സാവൂളിനോട് ഈ ദയാകൃത്യം ചെയ്യുകയും അവനെ സംസ്കരിക്കുകയും ചെയ്തതിനാൽ നിങ്ങൾ കർത്താവിനാൽ അനുഗ്രഹീതരാണ്. ആകയാൽ കർത്താവ് നിങ്ങളോട് കൃപയും സത്യവും പുലർത്തട്ടെ. നിങ്ങൾ ഇക്കാര്യം ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളോട് ഇത്തരം നന്മ പ്രവർത്തിക്കും. ആകയാൽ നിങ്ങളുടെ കൈകൾ ശക്തമായിരിക്കട്ടെ. നിങ്ങളുടെ യജമാനനായ സാവൂൾ മരിച്ച സ്ഥിതിക്ക് നിങ്ങൾ ധീരരായിരിക്കുവിൻ. എന്നെയോ യൂദാഭവനം തങ്ങളുടെ മേൽ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുകയാണ്. കിടമത്സരം തുടങ്ങുന്നു. നേറിൻ്റെ മകനും സാവൂളിൻ്റെ സൈന്യാധിപനുമായ അബിനേർ സാവൂളിൻ്റെ മകൻ ഈഷ്ബോഷെത്തിനെ മഹാനയിമിലേക്ക് സ്വീകരിച്ചാനയിച്ചു. ഗിലെയാദ്, ആഷേർ, ജസ്രയേൽ എന്നിവയെ ഉദ്ദേശിച്ചും എഫ്രായിമിനും ബെഞ്ചമിനും ഇസ്രായേൽ മുഴുവനും മേലും അവനെ രാജാവാക്കി. ഇസ്രായേലിന് മേൽ രാജാവാകുമ്പോൾ സാവൂളിൻ്റെ മകൻ ഈഷ്ബോഷെത്തിന് 40 വയസ്സായിരുന്നു. അവൻ 2 വർഷം ഭരിച്ചു. യൂദാഭവനം മാത്രമേ ദാവീദിന് പിന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. ദാവീദ് ഹെബ്രോണിൽ യൂദാഭവനത്തിന്മേൽ രാജാവായിരുന്ന കാലദൈർഘ്യം 7 വർഷവും 6 മാസവുമായിരുന്നു. നേറിൻ്റെ മകൻ അബ്നേറും സാവൂളിൻ്റെ മകനായ ഈഷ്ബോഷെത്തിൻ്റെ ദാസന്മാരും മഹാനയിമിൽ നിന്ന് ഗിബെയോനിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ സെരൂയായുടെ മകൻ യോവാബും ദാവീദിൻ്റെ ദാസന്മാരും ഒരുമിച്ച് പുറപ്പെട്ട് ഗിബെയോൻ തടാകത്തിനരികെ വെച്ച് അവരെ കണ്ടുമുട്ടി. ഒരു കൂട്ടർ തടാകത്തിൻ്റെ ഒരു വശത്തും മറുകൂട്ടർ തടാകത്തിൻ്റെ മറുവശത്തും ഇരുന്നു. അബ്നേർ യോവാബിനോട് പറഞ്ഞു: യുവാക്കൾ എഴുന്നേറ്റ് നമ്മുടെ മുമ്പാകെ പയറ്റട്ടെ. അവർ എഴുന്നേൽക്കട്ടെ എന്ന് യോവാബും പറഞ്ഞു. എണ്ണത്തിൽ ബെഞ്ചമിൻ്റെയും സാവൂളിൻ്റെ മകൻ ഈഷ്ബോഷെത്തിൻ്റെയും 12 പേരും ദാവീദിൻ്റെ ദാസന്മാരിൽ നിന്ന് 12 പേരും എഴുന്നേറ്റ് മുന്നേറി. അവർ ഓരോരുത്തരും തൻ്റെ എതിരാളിയുടെ തലയിൽ പിടിമുറുക്കി വാൾ അവൻ്റെ പള്ളയിലിറക്കി. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് നിലം പതിച്ചു. അതുകൊണ്ട് ഹെൽക്കത്ത് ഹസൂറിം എന്ന് ഗിബെയോനിലെ ആ സ്ഥലത്തെ വിളിക്കുന്നു. അന്നത്തെ യുദ്ധം അത്യുഗ്രമായിരുന്നു. ദാവീദിൻ്റെ ദാസന്മാരുടെ മുമ്പിൽ അബ്നേറും ഇസ്രായേൽ പൗരന്മാരും പരാജിതരായി. സെരൂയയുടെ 3 പുത്രന്മാർ യോവാബും അബിഷായിയും അസാഹേലും അവിടെയുണ്ടായിരുന്നു. അസാഹേൽ വയലിലുള്ള മാനുകളിൽ പോലെ കാൽവേഗമുള്ളവനായിരുന്നു. അസാഹേൽ അബ്നേറിനെ പിന്തുടർന്നു. അബ്നേറിൻ്റെ പിന്നിൽ നിന്ന് അവൻ ഇടം വലം വ്യതിചലിച്ചില്ല. അബ്നേർ പുറകോട്ട് തിരിഞ്ഞു ചോദിച്ചു: ഇത് നീയോ അസാഹേലേ? ഞാൻ തന്നെ, അവൻ പറഞ്ഞു. അബ്നേർ അവനോട് പറഞ്ഞു: നീ വലത്തോട്ടോ ഇടത്തോട്ടോ വ്യതിചലിച്ച് ചെറുപ്പക്കാരിൽ നിന്നൊരുവനെ പിടികൂടി അവൻ്റെ സാമഗ്രി കൈക്കലാക്കുക. എന്നാൽ അസാഹേൽ അവൻ്റെ പിന്നാലെ നിന്ന് മാറിപ്പോകാൻ കൂട്ടാക്കിയില്ല.
അബ്നേർ വീണ്ടും അസാഹേലിനോട് ഇപ്രകാരം കൂട്ടിച്ചേർത്തു, എൻ്റെ പിന്നിൽ നിന്ന് മാറിപ്പോകൂ, ഞാൻ നിന്നെ എന്തിന് നിലത്തടിക്കണം? പിന്നെ ഞാൻ നിന്റെ സഹോദരൻ യോവാബിൻ്റെ നേർക്ക് എങ്ങനെ മുഖമുയർത്തും? എന്നിട്ടും അവൻ വിട്ടുമാറാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് അബ്നേർ തൻ്റെ കുന്തത്തിൻ്റെ പിൻഭാഗം കൊണ്ട് അവൻ്റെ വയറിന് കുത്തി കുന്തം അതിൻ്റെ മറുപുറം കടന്നു. അവൻ അവിടെ നിബദിച്ചു, അവിടെ തന്നെ മരിക്കുകയും ചെയ്തു. അസാഹേൽ വീണു മരിച്ച സ്ഥലത്തെത്തിയവരെല്ലാം നിശ്ചേഷ്ടരായി. എന്നാൽ യോവാബും അബിഷായിയും അബ്നേറിനെ പിന്തുടർന്നു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവർ ഗിബെയോൻ മരുഭൂമിയുടെ വഴിക്ക് ഗീയഹയുടെ മുമ്പിലുള്ള ഗിബെയത്ത് അമ്മ വരെ എത്തി. ബെഞ്ചമീന്യർ അബ്നേറിൻ്റെ പിന്നിൽ ഒത്തുചേർന്നു. ഒരൊറ്റ ഗണമായി ഒരു കുന്നിൻ മുകളിൽ അവർ നിന്നു. അബ്നേർ യോവാബിനോട് വിളിച്ചു പറഞ്ഞു, വാൾ എന്നും തിന്നുകൊണ്ടിരിക്കണമോ? അവസാനം അത് കയ്പായിരിക്കുമെന്ന് നിനക്കറിഞ്ഞുകൂടെ? സ്വന്തം സഹോദരന്മാരിൽ നിന്ന് പിന്തിരിയാൻ ജനത്തോട് എത്ര കാലം നീ പറയാതിരിക്കും? അപ്പോൾ യോവാബ് പറഞ്ഞു, ജീവിക്കുന്ന ദൈവമാണേ, നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ പ്രഭാതം മുതൽ തന്നെ ജനത്തിൽ ഓരോരുത്തനും തൻ്റെ സഹോദരനെ പിന്തുടരുമായിരുന്നു. അങ്ങനെ യോവാബ് കാഹളമൂതി, ജനമെല്ലാം നിന്നു. വീണ്ടും അവർ ഇസ്രായേൽക്കാരെ അനുധാവനം ചെയ്തില്ല. അവരോട് പൊരുതുന്നത് പിന്നെ തുടർന്നതുമില്ല. അബ്നേറും അവൻ്റെ ആളുകളും ആ രാത്രി മുഴുവൻ അറാബ വഴി നടന്നു. അവർ ജോർദാൻ കടന്ന് ബിത്രോൺ മുഴുവൻ നടന്ന് മഹാനയീമിൽ ചെന്നു ചേർന്നു. യോവാബ് അബ്നേറിൽ നിന്ന് പിന്തിരിഞ്ഞു. അവൻ ജനത്തെയെല്ലാം ഒരുമിച്ച് കൂട്ടിയപ്പോൾ ദാവീദിൻ്റെ ദാസന്മാരിൽ 19 പേരും അസാഹേലും നഷ്ടപ്പെട്ടിരുന്നു. ദാവീദിൻ്റെ സേവകരാകട്ടെ ബെഞ്ചമീനിൽ നിന്നുള്ളവരെയും അബ്നേറിൻ്റെ ആളുകളെയും ആക്രമിച്ചപ്പോൾ മരിച്ചത് 360 പേരായിരുന്നു. അവർ അസാഹേലിനെ സംവഹിച്ച് ബേത്ലഹേമിലുള്ള അവൻ്റെ പിതൃ കബറിടത്തിൽ സംസ്കരിച്ചു. യോവാബും അവൻ്റെ ആളുകളും രാത്രി മുഴുവൻ നടന്ന് ഹെബ്രോണിലെത്തിയപ്പോൾ നേരം പുലർന്നിരുന്നു. 1 ദിനവൃത്താന്തം അധ്യായം 2. യൂദായുടെ സന്തതികൾ. ഇസ്രായേലിൻ്റെ പുത്രന്മാർ ഇവരായിരുന്നു: റൂബൻ, ശിമെയോൻ, ലേവി, യൂദാ, ഇസാക്കർ, സെബുലൂൺ, ദാൻ, ജോസഫ്, ബെഞ്ചമിൻ, നഫ്താലി, ഗാദ്, ആഷേർ. യൂദായുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ഷേലഹ് എന്നിവരായിരുന്നു. മൂവരും കാനാൻകാരിയായ ബത്ഷൂവയിൽ നിന്ന് അവന് ജനിച്ചവരായിരുന്നു. യൂദായുടെ ആദ്യജാതനായ ഏർ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ദുഷ്ടനായിരുന്നതിനാൽ അവിടുന്ന് അവനെ നിഗ്രഹിച്ചു. അവൻ്റെ മരുമകളായ താമാർ അവന് പെരസിനെയും സേറഹിനെയും പ്രസവിച്ചു. യൂദായുടെ പുത്രന്മാർ ആകെ 5 പേരായിരുന്നു. പേരസിൻ്റെ പുത്രന്മാർ ഹെസ്രോണും ഹാമൂലുമായിരുന്നു. സേറഹിൻ്റെ പുത്രന്മാർ സിമ്രി, യത്താൻ, ഹേമാൻ, കൽക്കോൽ, ദാര എന്നിങ്ങനെ ആകെ 5 പേരായിരുന്നു. കർമ്മിയുടെ പുത്രൻ ആഖാറാണ് അർപ്പിത വസ്തുവിൽ അവിശ്വസ്തത പ്രവർത്തിച്ച ഇസ്രായേലിലെ പ്രശ്നക്കാരൻ. ഏത്താൻ്റെ പുത്രനാണ് അസറിയ. ഹെസ്രോന് ജനിച്ച അവൻ്റെ പുത്രന്മാർ യറഹമേൽ, റാം, കെലൂബായ് എന്നിവരായിരുന്നു. റാം അമിനാദാബിനെ ജനിപ്പിച്ചു. അമിനാദാബ് യഹൂദ്യരുടെ നേതാവ് നഹ്ഷോനെ ജനിപ്പിച്ചു. നഹ്ഷോൻ സൽമയെ ജനിപ്പിച്ചു. സൽമ ബോവാസിനെ ജനിപ്പിച്ചു. ബോവാസ് ഓബദിനെ ജനിപ്പിച്ചു. ഓബദ് ജസ്സയെ ജനിപ്പിച്ചു. ജസ്സെ തൻ്റെ ആദ്യജാതൻ എലിയാബിനെ ജനിപ്പിച്ചു. കൂടാതെ രണ്ടാമനായ അമിനാദാബ്, മൂന്നാമനായ ഷിമ്മ, നാലാമനായ നഥനയേൽ, അഞ്ചാമനായ റദ്ദായ്, ആറാമനായ ഓസം, ഏഴാമനായ ദാവീദ് എന്നിവരെയും. സെറൂയായും അബിഗായിലും ഇവരുടെ സഹോദരിമാരായിരുന്നു. സെറൂയായുടെ 3 പുത്രന്മാർ അബിഷായി, യോവാബ്, അസഹേൽ എന്നിവരായിരുന്നു. അബിഗായിൽ അമാസയെ പ്രസവിച്ചു. അമാസയുടെ പിതാവ് ഇസ്മായേലിനായ യെത്തേറായിരുന്നു. ഹെസ്രോന്റെ മകനായ കാലെബ് ഭാര്യയായ അസൂബായിലും എറിയോത്തിലും മക്കളെ ജനിപ്പിച്ചു. ഇവരാണ് അവരുടെ പുത്രന്മാർ: യഷേർ, ഷോബാബ്, അർദോൻ. അസൂബ മരിച്ചപ്പോൾ കാലെബ് എഫ്രാത്തിനെ സ്വന്തമായി സ്വീകരിച്ചു. അവൾ അവനു വേണ്ടി ഹൂറിനെ പ്രസവിച്ചു. ഹൂർ ഊറിയെ ജനിപ്പിച്ചു. ഊറി ബസാലേലിനെ ജനിപ്പിച്ചു. പിന്നീട് ഹെസ്രോൻ ഗിലെയാദിൻ്റെ പിതാവായ മാഹീറിൻ്റെ മകളെ പ്രാപിച്ചു. അവൻ അവളെ സ്വീകരിച്ചപ്പോൾ അവൻ 60 വയസ്സുണ്ടായിരുന്നു. അവൾ അവനു വേണ്ടി സെഗൂബിനെ പ്രസവിച്ചു. സെഗൂബ് യായീറിനെ ജനിപ്പിച്ചു. അവന് ഗിലെയാദിൽ 23 നഗരങ്ങളുണ്ടായിരുന്നു. ഗഷൂറും ആരാമും ഹവോത്ത് യയീർ, അതായത് കെനാത്തും അതിൻ്റെ ഗ്രാമങ്ങളായ 60 പട്ടണങ്ങളും അവരിൽ നിന്ന് പിടിച്ചെടുത്തു. ഇവരെല്ലാവരും ഗിലെയാദിൻ്റെ പിതാവായ മാഹീറിൻ്റെ മക്കളായിരുന്നു. ഹെസ്രോന്റെ മരണത്തിന് ശേഷം കാലേബ് പിതാവിൻ്റെ ഭാര്യയായിരുന്ന എഫ്രാത്തായെ പ്രാപിച്ചു. അവൾ അവനു വേണ്ടി തെക്കോവായുടെ പിതാവായ ആഷൂറിനെ പ്രസവിച്ചു. ഹെസ്രോന്റെ ആദിജാതൻ യറഹ്മേലിൻ്റെ പുത്രന്മാർ: ആദിജാതനായ റാമും ബൂന, ഓറൻ, ഓസം, അഹിയ എന്നിവരുമായിരുന്നു.
യെറഹ്മേലിന് വേറൊരു ഭാര്യയുണ്ടായിരുന്നു. അവരുടെ പേര് അത്താറ എന്നായിരുന്നു. അവളാണ് ഓനാമിൻ്റെ അമ്മ. യെറഹ്മേലിൻ്റെ ആദിജാതനായ റാമിൻ്റെ പുത്രന്മാർ മാസ്, യാമിൻ, ഏക്കർ എന്നിവരായിരുന്നു. ഓനാമിൻ്റെ പുത്രന്മാർ ഷമ്മായും യാദായുമായിരുന്നു. ഷമ്മായിയുടെ പുത്രന്മാർ നാദാബും അബിഷൂറും. അബിഷൂറിൻ്റെ ഭാര്യയുടെ പേര് അബിഹായിൽ. അവൾ അവനു വേണ്ടി അഹ്ബാൻ, മോലിദ് എന്നിവരെ പ്രസവിച്ചു. നാദാവിൻ്റെ പുത്രന്മാർ സേലതും അപ്പായിമും ആയിരുന്നു. സേലത് മക്കളില്ലാതെ മരിച്ചു. അപ്പായിമിൻ്റെ പുത്രൻ ഈഷി, ഈഷിയുടെ പുത്രൻ ശേഷാൻ, ശേഷാൻ്റെ പുത്രൻ അഹ്ലായി. ഷമ്മായുടെ സഹോദരൻ യാദായുടെ പുത്രന്മാർ യത്തറും ജോനാഥാനും ആയിരുന്നു. യത്തർ മക്കളില്ലാതെ മരിച്ചു. ജോനാഥാൻ്റെ പുത്രന്മാരായിരുന്നു പെലത്തും സാസായും. ഇവരെല്ലാം യെറഹ്മേലിൻ്റെ മക്കളായിരുന്നു. ശേഷാന് പുത്രിമാരല്ലാതെ പുത്രന്മാരുണ്ടായിരുന്നില്ല. ശേഷാന് ഈജിപ്തുകാരനായ ഒരു ദാസനുണ്ടായിരുന്നു. അവൻ്റെ പേര് യർഹ എന്നായിരുന്നു. ശേഷാൻ മകളെ തൻ്റെ സേവകൻ യർഹായിക്ക് ഭാര്യയായി കൊടുത്തു. അവൾ അവനു വേണ്ടി അത്തായിയെ പ്രസവിച്ചു. അത്തായി നാഥാനെ ജനിപ്പിച്ചു. നാഥാൻ സബാദിനെ ജനിപ്പിച്ചു. സബാദ് യഫ്ലാലിനെ ജനിപ്പിച്ചു. യഫ്ലാൽ ഓബദിനെ ജനിപ്പിച്ചു. ഓബദ് യേഹുവിനെ ജനിപ്പിച്ചു. യേഹു അസറിയായും ജനിപ്പിച്ചു. അസറിയ ഹേലസിനെ ജനിപ്പിച്ചു. ഹേലസ് എലയാസായെ ജനിപ്പിച്ചു. എലയാസ സിസ്മായിയെ ജനിപ്പിച്ചു. സിസ്മായി ഷല്ലൂമിനെ ജനിപ്പിച്ചു. ഷല്ലൂം യക്കാമിയായെ ജനിപ്പിച്ചു. യക്കാമിയ എലിഷാമായെ ജനിപ്പിച്ചു. യെറഹ്മേലിൻ്റെ സഹോദരനായ കാലെബിൻ്റെ പുത്രന്മാർ. അവൻ്റെ ആദിജാതൻ മേഷായും. അവൻ സീഫിൻ്റെ പിതാവായിരുന്നു. ഹെബ്രോണിൻ്റെ പിതാവായ മരേഷായുടെ പുത്രന്മാരും. ഹെബ്രോണിൻ്റെ പുത്രന്മാർ കോറഹ്, തപ്പുവ, റക്കെം, ഷാമ. ഷാമ യോർക്കയാമിൻ്റെ പിതാവായ റാഹാമിനെ ജനിപ്പിച്ചു. റക്കയും ഷമ്മായിയെ ജനിപ്പിച്ചു. ഷമ്മായിയുടെ പുത്രൻ മാവോൻ. മാവോനായിരുന്നു ബേത്സൂറിൻ്റെ പിതാവ്. ഹാരാൻ, മോസ, ഗാസസ് എന്നിവരെ കാലേബിൻ്റെ ഉപനാരിയായ ഏഫ പ്രസവിച്ചു. ഹാരാൻ ഗാസീസിനെ ജനിപ്പിച്ചു. യഹ്ദായിയുടെ പുത്രന്മാർ റേഗം, യോത്താം, ഗേഷാൻ, പെലത്ത്, ഏഫ, ഷാഫ്. കാലേബിൻ്റെ മാഹ എന്ന ഉപനാരി ഷേബറിനെയും തിർഹാനെയും പ്രസവിച്ചു. കൂടാതെ മദ്ബാനായുടെ പിതാവായ ഷാഫിനെയും മഗ്ബേനായുടെയും ഗിബയായുടെയും പിതാവായ ഷേവായെയും അവൾ പ്രസവിച്ചു. കാലേബിൻ്റെ പുത്രിയാണ് അക്സ. എഫ്രാത്തായുടെ ആദിജാതനായ ഹൂറിൻ്റെ പുത്രനായ കാലേബിൻ്റെ പുത്രന്മാർ ഇവരായിരുന്നു. കിരിയാത്ത് യയാറിമിൻ്റെ പിതാവ് ഷോബാൽ, ബേത്ലഹേമിൻ്റെ പിതാവ് സൽമ, ബേത് ഗദറിൻ്റെ പിതാവ് ഹാരഫ്. അർദ്ധമെനൂഹോത്തുകാരും ഹാരോയെയും കിരിയാത്ത് യയാറിമിൻ്റെ പിതാവായ ഷോബാലിൻ്റെ പുത്രന്മാരായിരുന്നു. കിരിയാത്ത് യയാറിമിൻ്റെ കുടുംബങ്ങൾ യിത്തുകാർ, പൂത്തുകാർ, ഷൂമാത്തുകാർ, മിഷ്രായക്കാർ എന്നിവയാണ്. ഇവരിൽ നിന്നാണ് സോറാത്തുകാരും എഷ്താവൂലുകാരും ഉത്ഭവിച്ചത്. ബേത്ലഹേം, നെത്തോഫോത്തുകാർ, അത്രോത്ത്, ബേത്ത് യോവാബ്, അർദ്ധമെനുഹോത്തുകാരായ സോറുകാർ എന്നിവർ സൽമാൻ്റെ മക്കളാണ്. യാബസിൽ വസിച്ചിരുന്ന നിയമജ്ഞ കുടുംബങ്ങളാണ് തെരാത്തുകാർ, ഷിമയാത്തുകാർ, സുക്കോത്തുകാർ. റേഹാബ് ഭവനത്തിൻ്റെ പിതാവായ ഹമാത്തിൽ നിന്ന് വന്നവരാണ് കേന്യർ. സങ്കീർത്തനങ്ങൾ 24. മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്നു. ദാവീദിൻ്റെ കീർത്തനം. ഭൂമിയും അതുൾക്കൊള്ളുന്നവയും ലോകവും അതിലെ നിവാസികളും കർത്താവിൻ്റേതാണ്. എന്തെന്നാൽ അവിടുന്നാണ് സമുദ്രങ്ങൾക്ക് മീതെ അതിനെ സ്ഥാപിച്ചത്, പ്രവാഹങ്ങൾക്ക് മീതെ അതിനെ ഉറപ്പിച്ചതും. കർത്താവിൻ്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിലകൊള്ളും? നിഷ്കളങ്കമായ കരതലങ്ങളും സംശുദ്ധമായ ഹൃദയവും ഉള്ളവൻ, മിഥ്യയായതിലേക്ക് പ്രാണനെ ഉയർത്താത്തവൻ, വ്യാജത്തിനായി ശപഥം ചെയ്യാത്തവൻ. അവൻ കർത്താവിൽ നിന്ന് അനുഗ്രഹം നേടിയെടുക്കും, തൻ്റെ രക്ഷയായ ദൈവത്തിൽ നിന്ന് നീതിയും. യാക്കോബേ, നിന്റെ മുഖം അന്വേഷിക്കുന്നവരായി അവിടുത്തെ തേടുന്നവരുടെ തലമുറ ഇതാണ്. കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന വാതിലുകളെ ഉയരുവിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? ശക്തനും വീരനുമായ കർത്താവ്, യുദ്ധവീരനായ കർത്താവ് തന്നെ. കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന വാതിലുകളെ ഉയരുവിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? സൈന്യങ്ങളുടെ കർത്താവ് തന്നെ, അവിടുന്നാണ് മഹത്വത്തിൻ്റെ രാജാവ്. നല്ല കർത്താവെ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. അവിടുത്തെ മഹാകരുണയിലാണ് ഞങ്ങൾ ഈ യാത്ര തുടരുന്നത്. എത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ ദിവസവും തിരിച്ചറിയാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ വായന ഞങ്ങൾ തുടരുമ്പോഴും
ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന വഴികൾ തിരിച്ചറിയുമ്പോഴും അങ്ങയോടുള്ള സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ വർദ്ധിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കാൻ കഴിയാത്ത, ദൈവപദ്ധതികൾ മനസ്സിലാക്കാൻ കഴിയാത്ത അടഞ്ഞ അവസ്ഥയിലായിരിക്കുന്ന ഹൃദയങ്ങളെ അങ്ങ് തന്നെ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് ഞങ്ങളെ അങ്ങ് നയിക്കണമേ എന്നും ഞാൻ അങ്ങയോട് യാചിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ വചനസ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അവിടുന്ന് വ്യക്തിപരമായി സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, 121 ദിവസത്തിലേക്ക് ഞാൻ നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ വായിച്ച വചനഭാഗത്ത് ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനാവാൻ ദാവീദിനെ സഹായിച്ച ഗുണഗണങ്ങൾ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ പരാമർശിച്ച ഒരു മഹത്തായ സ്വഭാവ പ്രത്യേകതയായിരുന്നു ദാവീദിന് ദൈവത്തോടുണ്ടായിരുന്ന നിരന്തരമായ വിധേയത്വവും ആശ്രയത്വവും. ഓരോ തവണ ജീവിതത്തിൻ്റെ ഒരു പാത തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ദൈവത്തോട് ആരായുന്ന, ദൈവഹിതം ആരായുന്ന ദാവീദിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. രാജാവാകാനുള്ള സാധ്യത കൺമുമ്പിൽ എത്തി നിൽക്കുമ്പോഴും ഈ പ്രത്യേകത നഷ്ടപ്പെടുന്നില്ല. ദാവീദ് ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ ഏത് യൂദായിലെ നഗരങ്ങളിലേക്കാണ് പോകേണ്ടത്? ദൈവം മറുപടി പറയുന്നു, ഹെബ്രോണിലേക്ക്. ഹെബ്രോണിൻ്റെ പ്രത്യേകത നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മാമ്രയുടെ ഓക്കുമരവും സാറായെ അടക്കിയ കല്ലറയും. അതുമാത്രമായിരുന്നു അബ്രഹാമിന് കാനാൻ ദേശത്താകെയുണ്ടായിരുന്ന സമ്പാദ്യം. തൻ്റെ പൂർവ്വപിതാവായ അബ്രഹാം വിശ്വാസത്തിൻ്റെ ഒരു യാത്ര തുടങ്ങി കാനാൻ ദേശത്ത് ആ യാത്ര അവസാനിപ്പിച്ച് കാലുകുത്തി അയാളുടെ മരണത്തോളം അയാൾക്ക് സ്വന്തമായി ആകെയുണ്ടായിരുന്ന ഈ ഹെബ്രോണിലാണ് ദാവീദ് രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്നത്. നമ്മുടെ ജീവിതകാലത്ത് ചില ദൈവിക പദ്ധതികൾ പൂർത്തിയാക്കപ്പെട്ടില്ലെങ്കിലും ദൈവം അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ കണ്ണു നട്ട് നടന്നുപോയൊരു ജനത തങ്ങളുടെ പിൻഗാമികളിലൂടെ, അനന്തരാവകാശികളിലൂടെ ആ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് നടന്നെടുക്കുമെന്നതിൻ്റെ വ്യക്തവും സുതാര്യവുമായ ഒരു അടയാളപ്പെടുത്തലാണ് ഹെബ്രോണിൽ വെച്ച് ദാവീദ് രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്നത്. ആ ഹെബ്രോണിൽ, ആ അന്തരീക്ഷത്തിൽ അബ്രഹാമിൻ്റെയും സാറായുടെയും നിശ്വാസങ്ങളും സ്വപ്നങ്ങളും തേങ്ങലുകളും അലിഞ്ഞു ചേർന്നിട്ടുണ്ടായിരുന്നു എന്നതാണ്. അവിടെ വെച്ച് രാജാവായി അഭിഷേകം ചെയ്യപ്പെടാൻ ദൈവം ആ സ്ഥലത്തെ ഒരുക്കി വെച്ചു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഹെബ്രോണിൽ വെച്ച് യൂദാ ഗോത്രങ്ങൾ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. 7 വർഷവും 6 മാസവും ദാവീദ് യൂദായുടെ മാത്രം രാജാവായി ഹെബ്രോണിൽ ഭരിച്ചു. ഈ സമയത്ത് സാവൂളിൻ്റെ സൈന്യാധിപനായിരുന്ന അബ്നേർ സാവൂളിൻ്റെ മകനായിരുന്ന ഇഷ്ബോഷേത്തിനെ വടക്കൻ ഗോത്രങ്ങളുടെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. പിന്നീട് ദാവീദിൻ്റെ കുടുംബവും സാവൂളിൻ്റെ കുടുംബവും തമ്മിൽ നടക്കുന്ന നിരന്തരമായ യുദ്ധങ്ങളുടെ ചില ഓർമ്മപ്പെടുത്തലുകളാണ് വചനത്തിൽ നമ്മൾ കണ്ടെത്തുന്നത്. അക്രമം ഒന്നിൻ്റെയും പരിഹാരമല്ല എന്ന്, വാളുകൊണ്ടാരും ഒന്നും നേടിയെടുക്കില്ല എന്ന്, സഹോദരങ്ങൾക്കെതിരെ നിന്റെ വാള് ഉയരരുത് എന്ന് ഈ കുടുംബങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ ഒരു രാത്രിയിൽ യോവാബിൻ്റെ സഹോദരനോട്, സെരൂയാപുത്രനോട് അബ്നേർ വിളിച്ചു പറയുന്നൊരു ഭാഗം നമ്മൾ വായിച്ചില്ലേ? വാളെപ്പോഴും കയ്പ് തന്നെയാണ് അവശേഷിപ്പിക്കുന്നത്. സത്യത്തിൽ യുദ്ധത്തിൽ 2 കൂട്ടരും ജയിക്കുന്നില്ല. എല്ലാ യുദ്ധങ്ങളിലും എല്ലാവരും പരാജയപ്പെടുകയാണ്. അങ്ങനെ പരാജയം മാത്രം സമ്മാനമായി കാത്തുവെക്കുന്ന ഒരു നടപടിക്രമത്തിൻ്റെ പേരാണ് യുദ്ധം. ഹൃദയങ്ങൾ കീഴടങ്ങുന്നത് അക്രമത്തിലും യുദ്ധത്തിലുമല്ല, സ്നേഹത്തിലും ശാന്തതയിലുമാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ ഗ്രന്ഥം ശാന്തശീലർ ഭൂമി അവകാശമാക്കും എന്നെഴുതി വച്ചത്. കയ്യൂക്കും കായികബലവും യുദ്ധവും ആയുധശക്തിയും കൊണ്ട് നേടിയെടുക്കുന്നതിനേക്കാൾ നിലനിൽക്കുന്ന വിജയങ്ങൾ നേടിത്തരുന്നത്, ഹൃദയങ്ങളെ കീഴടക്കുന്നത് തീർച്ചയായും അക്രമമല്ല, സ്നേഹമാണ്. അതുകൊണ്ട് വഴക്കുകൾ അവസാനിപ്പിക്കാൻ, കലഹങ്ങളില്ലാതാക്കാൻ, വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ പഴയ നിയമത്തിലെ വയലൻസിൻ്റെ ഓരോ രംഗങ്ങളും പുതിയ നിയമത്തിൻ്റെ കണ്ണിലൂടെ വായിച്ചെടുക്കുമ്പോൾ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. ദിനവൃത്താന്ത പുസ്തകം കുറേയധികം പരിചയമില്ലാത്ത പേരുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെ കേൾപ്പിച്ചത്. നമ്മൾ വിചാരിക്കാം, എന്തിനാണ് ഈ പേരുകളെല്ലാം എഴുതി വച്ചിരിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, അബ്രഹാം മുതൽ ദാവീദ് വരെയുള്ള തലമുറയുടെ വംശാവലിയാണ് നമ്മൾ വായിച്ചത്. പല പേരുകളും പരിചയമില്ലാത്തതാണ്. പല പേരുകളുടെയും പിന്നിലുള്ള ജീവിതത്തെക്കുറിച്ച് ആർക്കും അറിയില്ല, ആരും രേഖപ്പെടുത്തിയിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് മറ്റു വിവരങ്ങളൊന്നും അവശേഷിപ്പിക്കാത്ത, സൂചനകളൊന്നും നൽകാതെ ഒരു പേര് മാത്രമായി ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ,
ഓരോ പേരും ഓരോ ജീവിതമായിരുന്നു. ഓരോ ജീവിതവും ദൈവത്തിൻ്റെ പദ്ധതികളിലൂടെ യാത്ര ചെയ്തതായിരുന്നു. ഓരോ ജീവിതത്തിനും പിന്നിൽ ദൈവത്തിൻ്റെ കരങ്ങളുണ്ടായിരുന്നു. മനുഷ്യൻ്റെ കണക്ക് പുസ്തകങ്ങളിലും മനുഷ്യൻ്റെ ചരിത്രരേഖകളിലും ഈ ജീവിതങ്ങൾ അടയാളപ്പെടുത്തപ്പെട്ടിട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ കാലം മായ്ക്കാത്ത കണക്ക് പുസ്തകത്തിൽ ഈ പേരുകളും അവരുടെ ഓർമ്മകളുമുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാനാണ് പരിചയമില്ലാത്ത, വായിൽ കൊള്ളാത്ത ഈ പേരുകൾ ജീവൻ്റെ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ട് നമ്മോടവ വായിക്കാൻ ആവശ്യപ്പെട്ടത്. അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഭൂമിയിൽ നമ്മൾ മറ്റുള്ളവരുടെ കണ്ണിൽ വലുതല്ലെങ്കിലും മറ്റുള്ളവരുടെ ജീവിതരേഖകളിലും ജീവചരിത്രക്കുറിപ്പുകളിലും നമ്മുടെ പേരുകൾ വന്നില്ലെങ്കിലും വിശ്വസ്തതയോടെ ദൈവത്തിൻ്റെ കാലടികളെ പിന്തുടരുകയും ദൈവമെന്ന മഹാപ്രകാശത്തിലേക്ക് മിഴിനട്ട് യാത്ര പോവുകയും ചെയ്യുന്ന ഓരോ ആത്മാവിൻ്റെയും പേരുകൾ ഒരിക്കലും മായാത്തൊരു ജീവൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ വംശാവലിയിലെ പരിചയമില്ലാത്ത പേര് വിവരങ്ങൾ. ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തകൾ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റാർക്കും നിങ്ങൾ വിലപ്പെട്ടയാളല്ലെങ്കിലും നിന്റെ ദൈവത്തിന് നീ വിലപ്പെട്ടവനാണ്, അമൂല്യനാണ്, പ്രിയങ്കരനാണ്. അത് നീ മറക്കാതിരിക്കുക. നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ ഈ വചന വായനയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, വിജയിക്കുക എന്നതല്ല പ്രധാനം, വിശ്വസ്തരായിരിക്കുക എന്നതാണ്. ഒരു ദിവസം മുടങ്ങിയാലും നിങ്ങൾ ഈ വചന വായനയിൽ നിന്ന് പിന്തിരിയരുത്. അടുത്ത ദിവസം വീണ്ടും ആരംഭിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം കൂടി, ഈ വചന വായനാ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് 12 ടൈം പീരീഡുകളിലായിട്ടാണ്. ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വചനഭാഗങ്ങൾ രാജകീയ ജനത എന്ന ആ ബൈബിൾ കാലഘട്ടത്തിൻ്റെ ആ തലക്കെട്ടിന് കീഴിലാണ് വരുന്നത്. ബൈബിൾ കാലഘട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൻ്റെ ആദ്യത്തെ വീഡിയോകളിലേക്ക് പോവുക. അവിടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഈ വിവരങ്ങളെല്ലാം വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. രണ്ടാമത്തേത്, ഓരോ കാലഘട്ടത്തിൻ്റെയും ആമുഖമായി നമ്മൾ ആ കാലഘട്ടത്തിൽ വായിക്കാൻ പോകുന്ന ഗ്രന്ഥങ്ങളും അതിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളും ഏതാണ്ട് 25 മിനിറ്റോളം എടുത്ത് വിശദീകരിക്കുന്നുണ്ട്, ഒരു ചർച്ച പോലെ. ആ വീഡിയോകളും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഒരു കാലഘട്ടം ഇപ്പോൾ നമ്മൾ ആദ്യത്തെ 7 ദിവസങ്ങൾ വായിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വായനകൾ മനസ്സിലാക്കണമെങ്കിൽ പുരാതന ലോകം എന്താണ്, പൂർവ്വപിതാക്കന്മാരുടെ കാലം എന്താണ്, ഈജിപ്തും പുറപ്പാടും എന്ന ആ കാലഘട്ടത്തിൽ എന്താണ് നമ്മൾ വായിക്കുന്നത്, അല്ലെങ്കിൽ രാജകീയ ജനത എന്ന കാലഘട്ടത്തിൽ എന്താണ് വായിക്കുന്നത്, ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസത്തെയും വായനയിൽ വ്യക്തത കുറഞ്ഞെന്ന് വരാം. കൂടുതൽ നിങ്ങൾക്ക് വചനം മനസ്സിലാവുന്നതിനാണ് ഓരോ ടൈം പീരീഡിൻ്റെയും ആമുഖമായി നമ്മൾ നിങ്ങൾക്ക് ആ കാലഘട്ടത്തെ പരിചയപ്പെടുത്തുന്ന ഒരു ചർച്ച നൽകുന്നത്. അത് നിങ്ങൾ വിട്ടുകളയരുത് എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ വീണ്ടും ഈ വചനസ്വരത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങളെ കാണാൻ കൊതിയോടെ കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, ഈശോയെ പങ്കുവെക്കുക. നല്ല ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ. പ്രൈസ് ദി ലോർഡ്.